വെൽക്കം ബാക്ക്. വ്യത്യസ്തമായ രണ്ടോ അതിലധികമോ അർത്ഥമുള്ള പല വാക്കുകളും ഇംഗ്ലീഷിലുണ്ട്. അതിലൊന്നാണ് മേക്ക്. ഇതിന്റെ ഏറ്റവും കോമൺ ആയ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം, നിർമ്മിക്കുക, ഉണ്ടാക്കുക. ഇതെല്ലാമാണ് മേക്കിനർത്ഥം. പക്ഷെ ഇതിന് മറ്റു അർത്ഥങ്ങളും ഉണ്ട്. ഡു ഒരു ജനറൽ പർപ്പസ് വെർബാണ്. അതിന് അതിൻ്റെതായ ഒരു അർത്ഥമുണ്ട്, ചെയ്യുക. അതല്ലാതെ അതിനുശേഷം വരുന്ന വാക്കുകൾക്കനുസരിച്ച് ഡുവിന്റെ മീനിങ് ചേഞ്ച് ആവാറുണ്ട്. ഏകദേശം അതുപോലെ ഒരു ജനറൽ പർപ്പസ് വെർബാണ് മേക്ക്. മേക്ക് ഉപയോഗിക്കുന്ന ഡിഫറെന്റ് കോൺവെർസേഷണൽ സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ആക്റ്റീവ് വോയിസിൽ ഉപയോഗിക്കുന്ന പോലെയല്ല മേക്ക് പാസീവ് വോയിസിൽ ഉപയോഗിക്കുന്നത്. ലെസൺ മുഴുവനായി കാണുക. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞാനൊരു ബോട്ട് നിർമ്മിച്ചു. നമ്മളൊരു കാര്യം ഉണ്ടാക്കി അല്ലെങ്കിൽ നിർമ്മിച്ചു എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ മേക്ക് എന്ന വെർബ് നോർമലി യൂസ് ചെയ്യുന്നത്. അതിന്റെ V2 ആണ് മെയ്ഡ്, V3യും മെയ്ഡ് തന്നെയാണ്. മേക്ക്, മെയ്ഡ്, മെയ്ഡ്. ഇതാണ് ഈ വെർബിന്റെ 3 ഫോംസ്. ഞാൻ ഒരു ബോട്ട് നിർമ്മിച്ചു പൂർത്തിയായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഐ മെയ്ഡ് എ ബോട്ട്. ഞാൻ ഒരു ബോട്ട് നിർമ്മിച്ചു. ഞാനൊരു ബോട്ട് നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ പറയുക ഐ ഹാവ് മെയ്ഡ് എ ബോട്ട് എന്നാണ്. ഇവിടെ നിർമ്മിച്ചു എന്ന് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഐ മെയ്ഡ് എ ബോട്ട്. ഞാൻ ഒരു ബോട്ട് നിർമ്മിച്ചു. ഞാൻ മോട്ടോർ പ്രവർത്തിപ്പിച്ചു. ഞാൻ മോട്ടോർ നിർമ്മിച്ചു എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ എന്താ പറയുക? ഐ മെയ്ഡ് എ മോട്ടോർ എന്ന് പറയും, അല്ലെ? ഞാനൊരു മോട്ടോർ ഉണ്ടാക്കി, നിർമ്മിച്ചു. ഇവിടെ പറയേണ്ടത് ഞാൻ മോട്ടോർ പ്രവർത്തിപ്പിച്ചു എന്നാണ്. ഇത് നമ്മൾ എങ്ങനെയാ പറയുന്നത്? ഇതിനും നമുക്ക് മേക്ക് എന്ന വെർബ് യൂസ് ചെയ്യാം. നമ്മളിത് ഇങ്ങനെയാ പറയാം, ഐ മെയ്ഡ് ദ മോട്ടോർ വർക്ക്. ഈ സ്ട്രക്ചർ ശ്രദ്ധിക്കണം. ഐ മെയ്ഡ് ദ മോട്ടോർ വർക്ക്. പ്രവർത്തിപ്പിച്ചു എന്നല്ലേ പറയേണ്ടത്. അതുകൊണ്ട് നമ്മളോട് ഉപയോഗിക്കുന്നത് മേക്കിന്റെ V2 ആയ മെയ്ഡ് ആണ്. ഐ മെയ്ഡ് ദ മോട്ടോർ വർക്ക്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് മേക്കിന് ശേഷം ഒബ്ജക്റ്റ്, പിന്നെ അതിനുശേഷം ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. ഇതെപ്പോഴും ശ്രദ്ധിക്കണം. മേക്കിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. ING ഫോം നമുക്ക് മേക്കിന് ശേഷം യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ടു ഉള്ള ഇൻഫിനിറ്റീവും നമുക്ക് മേക്കിന് ശേഷം ഉപയോഗിക്കാൻ സാധിക്കില്ല. മേക്ക് പ്ലസ് ഒബ്ജക്റ്റിന് ശേഷം എല്ലായ്പ്പോഴും ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് തന്നെ വേണം ഉപയോഗിക്കാൻ. ഐ മെയ്ഡ് ദ മോട്ടോർ വർക്ക്. ഞാൻ ആ മോട്ടോർ പ്രവർത്തിപ്പിച്ചു. നിർമ്മിച്ചു എന്നൊരർത്ഥം ഈ സ്ട്രക്ചറിൽ മേക്കിനില്ല. നമ്മൾ ഉപയോഗിക്കുന്നത് മേക്ക് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. ഈ സ്ട്രക്ചർ ഓർത്തിരിക്കുക. മേക്ക് പ്ലസ് ഒബ്ജക്റ്റിന് ശേഷം എല്ലായ്പ്പോഴും ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് തന്നെ വേണം ഉപയോഗിക്കാൻ. ഐ മെയ്ഡ് ദ മോട്ടോർ വർക്ക്. വർക്ക്ഡ് എന്നോ വർക്കിംഗ് എന്നോ ഒന്നും ഇവിടെ പറയാൻ സാധിക്കില്ല. ഞാനൊരു നിർദ്ദേശം വെക്കട്ടെ. ഒരുപാട് കോമൺ ആയ എക്സ്പ്രഷൻസിൽ നമ്മൾ മേക്ക് ഉപയോഗിക്കാറുണ്ട്. അതിലൊന്നാണിത്. ഞാനൊരു നിർദ്ദേശം അങ്ങോട്ട് പറയട്ടെ. ക്യാൻ ഐ മേക്ക് എ സജഷൻ? ക്യാൻ ഐ മേക്ക് എ സജഷൻ? ഞാനൊരു നിർദ്ദേശം വെക്കട്ടെ. മേക്ക് എ സജഷൻ എന്ന് പറയുമ്പോൾ ഒരു നിർദ്ദേശം അങ്ങോട്ട് വെക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായം അറിയുന്നതിന് വേണ്ടി നമ്മളൊരു കാര്യം അങ്ങോട്ട് പറയുന്നതിനാണ് മേക്ക് എ സജഷൻ എന്ന് പറയുന്നത്. ഞാൻ വേണ്ട അറേഞ്ച്മെന്റ്സ് നടത്തിയിട്ടുണ്ട്. ഐ ഹാവ് മെയ്ഡ് ദ നെസസറി അറേഞ്ച്മെന്റ്സ്. ഐ ഹാവ് മെയ്ഡ് നെസസറി അറേഞ്ച്മെന്റ്സ് അല്ലെങ്കിൽ ദ നെസസറി അറേഞ്ച്മെന്റ്സ്. ഐ ഹാവ് മെയ്ഡ് നെസസറി അറേഞ്ച്മെന്റ്സ്. വേണ്ട തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ വേണ്ട അറേഞ്ച്മെന്റ്സ് ഞാൻ നടത്തിയിട്ടുണ്ട്. ഇവിടെ ഒന്നും നമ്മൾ മേക്ക് എന്ന വെർബ് ഉപയോഗിക്കുന്നത് നിർമ്മിച്ചിട്ടുണ്ട് എന്ന അർത്ഥത്തിലല്ല. അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുപോലെ അത് നടത്തിയിട്ടുണ്ട്, ആ മീനിങ്ങിലെല്ലാമാണ് നമ്മളിവിടെ മേക്ക് ഉപയോഗിക്കുന്നത്. പലരും ഈ അർത്ഥത്തിൽ മേക്കിന് പകരം ഡു ഉപയോഗിക്കാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡു തന്നെയാണ്. പക്ഷെ ഇവിടെ ഒന്നും ഉപയോഗിക്കേണ്ടത് ഡു അല്ല. ഐ ഹാവ് ഡൺ ദ നെസസറി അറേഞ്ച്മെന്റ്സ് എന്നല്ല പറയുന്നത്. നമ്മൾ പറയുന്നത് മേക്ക് ദ നെസസറി അറേഞ്ച്മെന്റ്സ് എന്നാണ്. ഈ സ്ട്രക്ചറിൽ മേക്ക് ആണ് ഉപയോഗിക്കേണ്ടത്, ഡു അല്ല. ഐ ഹാവ് ഡൺ അല്ല, ഐ ഹാവ് മെയ്ഡ്. പഴയ കാറുകൾ വിറ്റ് അയാൾ ധാരാളം പണം സമ്പാദിച്ചു. ധാരാളം പണം സമ്പാദിക്കുന്നതിനെ കുറിച്ച് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ് മേക്ക് എ ഫോർച്യൂൺ. അയാൾ പണം സമ്പാദിച്ചു. ഹി ഏൺഡ് എ ലോട്ട് ഓഫ് മണി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതല്ല ഞാനിവിടെ പറയുന്നത്. മേക്ക് ഉപയോഗിച്ചാണ് പറയുന്നത്. ഹി മെയ്ഡ് എ ഫോർച്യൂൺ. എങ്ങനെയാണ് അയാൾ പണം സമ്പാദിച്ചത്? പഴയ കാറുകൾ, യൂസ്ഡ് കാർസ് വിറ്റിട്ട്. ഹി മെയ്ഡ് എ ഫോർച്യൂൺ ബൈ സെല്ലിംഗ് യൂസ്ഡ് കാർസ്. ഹി മെയ്ഡ് എ ഫോർച്യൂൺ ബൈ സെല്ലിംഗ് യൂസ്ഡ് കാർസ്. പലപ്പോഴും ഉപയോഗിക്കാവുന്ന ഒരു ഇഡിയമാണിത് മേക്ക് എ ഫോർച്യൂൺ എന്നത്. ധാരാളം പണം ഉണ്ടാക്കുക, അതാണ് അതിനർത്ഥം. ഞാൻ ഇനിയും ഒരു തീരുമാനം എടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ ഏത് ടെൻസ് അവിടെ ഉപയോഗിക്കുക? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എടുത്തിട്ടില്ല എന്ന് പറയാൻ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. എടുത്തു എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഞാൻ ഇനിയും ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഐ ഹാവിൻ മെയ്ഡ് എ ഡിസിഷൻ യെറ്റ്. ഇനിയും എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ യെറ്റ് എന്ന അഡ്വർബ് ഉപയോഗിക്കുന്നത്. അത് പൊതുവെ സെന്റൻസിന്റെ അവസാനമാണ് വരിക. ഐ ഹാവിൻ മെയ്ഡ് എ ഡിസിഷൻ യെറ്റ്.
ഇവിടെ നമുക്ക് മേക്ക് തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ടേക്ക് എന്ന വെർബ് ഉപയോഗിക്കാം. നമുക്കത് ഇങ്ങനെയും പറയാം. ഐ ഹാവിൻ ടേക്കൺ എ ഡിസിഷൻ എറ്റ്. ഐ ഹാവിൻ ടേക്കൺ എ ഡിസിഷൻ എറ്റ്. ടേക്ക് എന്ന വെർബിന്റെ V3 ആണ് ടേക്കൺ. എപ്പോഴും ഹാസിനും ഹാവിനും ഹാഡിനും ശേഷം V3 തന്നെ വേണം ഉപയോഗിക്കാൻ. നമ്മൾ ആദ്യത്തെ സെന്റൻസിൽ ഉപയോഗിച്ച് മെയ്ഡ്, അത് മേക്കിന്റെ V3 ആണ്. അതിന്റെ V2വും മെയ്ഡ് തന്നെയാണ്. പക്ഷെ നമ്മൾ ആ സെന്റൻസിൽ ഉപയോഗിക്കുന്നത് V3 ആണ്. രണ്ടാമത്തെ സെന്റൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ടേക്ക് എന്ന വെർബിന്റെ V3 ആയ ടേക്കൺ ആണ്. തീരുമാനം എടുക്കുന്നതിനെ കുറിച്ച് പറയാൻ നമുക്ക് മേക്ക് എ ഡിസിഷൻ എന്നും പറയാം, അല്ലെങ്കിൽ ടേക്ക് എ ഡിസിഷൻ എന്നും പറയാം. അവൻ നല്ല പുരോഗതി നേടിയിട്ടുണ്ട്. ഇതെങ്ങനെയാ പറയാ? ഇപ്പൊ കുട്ടികൾ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല മാർക്ക് കൂടുതൽ കിട്ടി തുടങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ ജോലിയുടെ നിലവാരത്തിൽ കാര്യമായ പുരോഗതി നേടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് പറയേണ്ടത്. അവൻ നല്ല പുരോഗതി നേടിയിട്ടുണ്ട്. നേടിയിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്, നേടിയിട്ടുണ്ട്. ഇതെല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അവൻ നല്ല പുരോഗതി നേടിയിട്ടുണ്ട്. ഹി ഹാസ് മെയ്ഡ് ഗുഡ് പ്രോഗ്രസ്. മേക്ക് പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ പുരോഗതി നേടുക എന്നാണ് അർത്ഥം. ഇതെല്ലാം കോമൺ ആയി ഉപയോഗിക്കുന്ന ഫിക്സ്ഡ് ആയി എക്സ്പ്രഷൻസ് ആണ്. ഇവിടെ മേക്കിന് പകരം നമുക്ക് മറ്റു വേർബ്സ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഹി ഹാസ് മെയ്ഡ് ഗുഡ് പ്രോഗ്രസ്. അവൻ നല്ല പുരോഗതി നേടിയിട്ടുണ്ട്. ഹി ഹാസ് മെയ്ഡ് എ ഗുഡ് പ്രോഗ്രസ്. നല്ല പുരോഗതി എന്നതിനാണ് ഗുഡ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് മേക്കിന് പകരം ഡു എന്ന വെർബ് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഹി ഹാസ് ഡൺ ഗുഡ് പ്രോഗ്രസ് എന്ന് പറയരുത്. ഹി ഹാസ് മെയ്ഡ് ഗുഡ് പ്രോഗ്രസ്. ഇതെല്ലാം ഫിക്സ്ഡ് ആയ എക്സ്പ്രഷൻസ് ആണ്. ഇത്തരം എക്സ്പ്രഷൻസിൽ നമുക്ക് മേക്കിന് പകരം മറ്റൊരു വാക്ക് അവിടെ ഉപയോഗിക്കാൻ സാധിക്കില്ല. നല്ല പുരോഗതി നേടുന്നുണ്ട് എന്നാണ് പറയേണ്ടതെങ്കിലോ, അതായത് ഇപ്പോൾ അയാൾ നല്ല പുരോഗതി നേടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. ഹി ഈസ് മേക്കിംഗ് ഗുഡ് പ്രോഗ്രസ്. അയാൾ നല്ല പുരോഗതി നേടുന്നുണ്ട്. ഹി ഈസ് മേക്കിംഗ് ഗുഡ് പ്രോഗ്രസ്. നല്ല പുരോഗതി നേടുന്നുണ്ട്. എനിക്ക് ഒന്ന് ഫോൺ ചെയ്യാമോ? ഫോൺ ചെയ്യുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നതും മേക്ക് എന്ന വെർബ് തന്നെയാണ്. ക്യാൻ ഐ മേക്ക് എ കോൾ? എനിക്ക് ഒരു അബദ്ധം പറ്റി. ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഐ ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക്. നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാം, പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. കഴിഞ്ഞു പോയ കാര്യമായിരിക്കും, നേരത്തെ സംഭവിച്ചതാണ്, പക്ഷെ അതിന്റെ ഇഫക്റ്റ് അത് ഇപ്പോഴും നമ്മളുടെ പ്രസന്റിൽ ഉണ്ട് എന്ന മീനിങ്ങിന് വേണ്ടിയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. ഐ ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക്. എനിക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അബദ്ധം പറ്റിയിട്ടുണ്ട്. ശബ്ദം ഉണ്ടാക്കരുത്. ചെയ്യരുത് എന്നല്ലേ പറയേണ്ടത്? ചെയ്യരുത് എന്ന് പറയാൻ ഡോണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ എപ്പോഴും ആ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഡോണ്ട് മേക്ക് എ നോയ്സ്. ശബ്ദം ഉണ്ടാക്കരുത്. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയാൻ ഡോണ്ട് ഉപയോഗിച്ച് വേണം ആ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ. പോവരുത് എന്ന് പറയണമെങ്കിൽ ഡോണ്ട് ഗോ. ശബ്ദം ഉണ്ടാക്കരുത് എന്ന് പറയാൻ ഡോണ്ട് മേക്ക് എ നോയ്സ്. ഇവിടെ നമ്മൾ മേക്ക് എ നോയ്സ് എന്നാണ് പറയുന്നത്. മേക്ക് നോയ്സ് എന്നതല്ല കോമൺ. ഡോണ്ട് മേക്ക് നോയ്സ് എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല. പക്ഷെ ഇംഗ്ലീഷിൽ കോമൺ ആയി യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻ ഡോണ്ട് മേക്ക് എ നോയ്സ് എന്നാണ്. ഇനി നമുക്ക് മേക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു സ്ട്രക്ചർ നോക്കാം. അവൻ എന്നെ കരയിച്ചു. അവൻ കാരണം ഞാൻ കരഞ്ഞു, അതാണ് നമുക്ക് പറയേണ്ടത്. അവൻ, അതാണ് സബ്ജക്റ്റ്. ഹി എന്നെ കരയിച്ചു. മേഡ് മീ ക്രൈ. ഹി മേഡ് മീ ക്രൈ. നമ്മളിവിടെ ഉപയോഗിച്ചത് മേക്കിന് ശേഷം ഒബ്ജക്റ്റ്, പിന്നെ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹി മേഡ് മീ ക്രൈ. അവൻ എന്നെ കരയിച്ചു. മേക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ യൂസുകളിലൊന്ന് ഈ ഒരു സ്ട്രക്ചറിലാണ്. മേക്ക് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ഇൻഫിനിറ്റീവ് വിത്തൗട്ട് ടു. ഞാൻ അവരെ വെയിറ്റ് ചെയ്യിപ്പിച്ചു, അതായത് ഞാൻ കാരണം അവർക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇത് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? നമുക്കിത് മേക്ക് ഉപയോഗിച്ച് പറയാം. ഐ മേഡ് ദം വെയിറ്റ്. ഐ മേഡ് ദം വെയിറ്റ്. മെയ്ഡ് എന്നത് മേക്കിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോം ആണ്, V2 ആണ്. അതിനുശേഷം ഒബ്ജക്റ്റ്, ഒരു പേഴ്സണൽ ഒബ്ജക്റ്റ് ആണ് നമ്മളോട് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുന്നതെന്ന് ശ്രദ്ധിക്കാം. ഈ സെന്റൻസിന് അർത്ഥം ഞാൻ അവരെ കാത്തു നിർത്തി എന്നാണ്. ഞാൻ കാരണം അവർക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഐ മേഡ് ദം വെയിറ്റ്. മേക്ക് പ്ലസ് ഒബ്ജക്റ്റിന് ശേഷം ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് തന്നെ വേണം ഉപയോഗിക്കാൻ. നമുക്കിവിടെ വെയിറ്റിംഗ് എന്നോ വെയിറ്റഡ് എന്നോ പറയാൻ സാധിക്കില്ല. ഇനി അവർ കാരണം എനിക്ക് കാത്തു നിൽക്കേണ്ടി വന്നു എന്നാണ് പറയേണ്ടതെന്ന് കരുതുക. എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അവർ കാരണം, അത് നമ്മൾ ഇങ്ങനെയാ പറയും. ഐ വാസ് മെയ്ഡ് ടു വെയിറ്റ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാസീവ് സ്ട്രക്ചർ ആണ്. പാസീവ് സ്ട്രക്ചറിൽ മേക്കിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ടു ഉള്ള ഇൻഫിനിറ്റീവ് ആണ്. ഇതെപ്പോഴും ശ്രദ്ധിക്കണം. ഐ മെയ്ഡ് ദം വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കാരണം അവർക്ക് കാത്തു നിൽക്കേണ്ടി വന്നു. ഐ വാസ് മെയ്ഡ് ടു വെയിറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് കാത്തു നിൽക്കേണ്ടി വന്നു. ഐ ഹാഡ് ടു വെയിറ്റ് എന്ന് പറയുന്നതിന്റെ ഏകദേശം സിമിലർ ആയ മീനിങ് തന്നെയാണ് ഇതിന്. പക്ഷെ ഐ വാസ് മെയ്ഡ് ടു വെയിറ്റ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ആയ ഒരു കാരണം എനിക്ക് കാത്തു നിൽക്കേണ്ടി വന്നു എന്നൊരർത്ഥമാണ് അതിനുള്ളത്.
ഐ വാസ് മെയ്ഡ് ടു വെയിറ്റ്. പാസീവ് സ്ട്രക്ചറിൽ മേക്കിന് ശേഷം ടു ഉള്ള ഇൻഫിനിറ്റീവ് വേണം ഉപയോഗിക്കാൻ. ആക്റ്റീവ് സ്ട്രക്ചറിൽ അതായത് ആദ്യത്തെ സെന്റൻസിൽ നമ്മൾ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ് മെയ്ഡ് പ്ലസ് ഒബ്ജക്റ്റിന് ശേഷം ഉപയോഗിച്ചിട്ടുള്ളത്. ഐ മെയ്ഡ് ദം വെയിറ്റ്, ഐ വാസ് മെയ്ഡ് ടു വെയിറ്റ്. പിന്നെ അവിടെ ബൈ ദം എന്നൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഐ വാസ് മെയ്ഡ് ടു വെയിറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് കാത്തു നിൽക്കേണ്ടി വന്നു, മറ്റാരോ കാരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം. ഞാൻ അവരെ ആ ജോലി വീണ്ടും ചെയ്യിച്ചു. കഴിഞ്ഞ സെന്റൻസ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ സെന്റൻസും പറയാം. ഞാൻ അവരെ ആ ജോലി വീണ്ടും ചെയ്യിച്ചു. ഐ മെയ്ഡ് ദം റീഡു ദ വർക്ക്. ഐ മെയ്ഡ് ദം റീഡു ദ വർക്ക്. ഞാൻ അവരെ ആ ജോലി വീണ്ടും ചെയ്യിച്ചു. ഇവിടെ റീഡു എന്നത് ഒരു ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. ഞാൻ എഴുതിയത് ഹിം എന്നാണ്, ഉദ്ദേശിച്ചത് ദം എന്നായിരുന്നു. ഐ മെയ്ഡ് ഹിം റീഡു ദ വർക്ക്. ഞാൻ അവനെ ആ ജോലി വീണ്ടും ചെയ്യിച്ചു. ഇവിടെ റീഡു എന്നത് ടു ഇല്ലാത്തൊരു ഇൻഫിനിറ്റീവ് ആണ്. ഐ മെയ്ഡ് ഹിം ടു റീഡു എന്നല്ല നമ്മൾ പറയുന്നത്, ഐ മെയ്ഡ് ഹിം റീഡു എന്നാണ്. പിന്നെ ആ ഇൻഫിനിറ്റീവിന്റെ ഒബ്ജക്റ്റ് ആയിട്ടാണ് ദ വർക്ക് എന്ന നൗൺ അവിടെ വന്നിട്ടുള്ളത്. ഇൻഫിനിറ്റീവിന് മേക്കിന് ശേഷം വരുന്ന ആ ഇൻഫിനിറ്റീവിന് അതിൻ്റെതായ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കാം. നമുക്ക് അതിന് ശേഷം ഒരു നൗൺ ഉപയോഗിക്കാൻ സാധിക്കും. ഐ മെയ്ഡ് ഹിം റീഡു ദ വർക്ക്. ഞാൻ ആ ജോലി വീണ്ടും ചെയ്യേണ്ടി വന്നു എന്നാണ് പറയേണ്ടതെങ്കിലോ അവർ കാരണം എനിക്ക് ആ ജോലി വീണ്ടും ചെയ്യേണ്ടി വന്നു. അത് പറയണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക പാസീവ് സ്ട്രക്ചർ ആണ്. ഐ വാസ് മെയ്ഡ് ടു റീഡു ദ വർക്ക്. ഐ വാസ് മെയ്ഡ് ടു റീഡു ദ വർക്ക്. ഇവിടെ നമ്മൾ ടു ഉള്ള ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിച്ചത്. ഐ മെയ്ഡ് ഹിം എന്ന് പറയുമ്പോൾ ഞാൻ കാരണം അവൻ അത് ചെയ്യേണ്ടി വന്നു. ഐ വാസ് മെയ്ഡ് എന്ന് പറയുമ്പോഴോ എനിക്കത് ചെയ്യേണ്ടി വന്നു, മറ്റാരോ കാരണം. ആരാണെന്ന് ഇവിടെ വ്യക്തമായി പറയുന്നില്ല, പക്ഷെ എനിക്ക് ചെയ്യേണ്ടി വന്നു. ഐ വാസ് മെയ്ഡ് ടു റീഡു ദ വർക്ക്. ഐ ഹാഡ് ടു റീഡു ദ വർക്ക് എന്ന് പറയുമ്പോഴും ഏകദേശം സിമിലർ ആയ മീനിങ് തന്നെയാണ്. അവന്റെ തീരുമാനത്തിൽ അവന് പശ്ചാത്താപം ഞാൻ തോന്നിപ്പിച്ചു. അവൻ എന്തോ ചെയ്തു, പിന്നെ അവനത് റിഗ്രറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ ഞാൻ ഉണ്ടാക്കി. അത് മലയാളത്തിൽ എഴുതിയിരിക്കുന്ന എക്സാക്ട്ലി അതിന്റെ ഒരു ശരിയായ രീതിയിലല്ല. അവൻ ചെയ്തത് തെറ്റായിരുന്നു എന്ന് പിന്നീട് അവന് തോന്നാനുള്ള കാരണങ്ങൾ ഞാൻ ഉണ്ടാക്കി. അതാണ് നമുക്ക് പറയേണ്ടത്. ഐ മെയ്ഡ് ഹിം റിഗ്രറ്റ് ഹിസ് ഡിസിഷൻ. I made him regret his decision. I made him regret his decision. റിഗ്രറ്റ് ഹിസ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ അവൻ ചെയ്ത കാര്യം ചെയ്യേണ്ടിയിരുന്നില്ല, ശരിയായിരുന്നില്ല എന്ന് അവന് തോന്നി എന്നർത്ഥം. ഐ മെയ്ഡ് ഹിം റിഗ്രറ്റ് ഹിസ് ഡിസിഷൻ. ഐ മെയ്ഡ് ഹിം ടു റിഗ്രറ്റ് അല്ല, ഐ മെയ്ഡ് ഹിം റിഗ്രറ്റ്. ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ് നമ്മൾ മെയ്ഡ് പ്ലസ് ഒബ്ജക്റ്റിന് ശേഷം ഉപയോഗിക്കുന്നത്. ഹിസ് ഡിസിഷൻ എന്നത് റിഗ്രറ്റ് എന്ന ഇൻഫിനിറ്റീവിന്റെ ഒബ്ജക്റ്റായി വന്നിട്ടുള്ള നൗണാണ് ഇതിവിടെ. ഇനി എന്റെ തീരുമാനത്തിൽ എനിക്ക് പശ്ചാത്തപിക്കേണ്ടി വന്നു എന്നാണ് പറയേണ്ടതെങ്കിലും അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പാസീവ് സ്ട്രക്ചർ ആണ്. ഐ വാസ് മെയ്ഡ് ടു റിഗ്രറ്റ് മൈ ഡിസിഷൻ. ഐ വാസ് മെയ്ഡ് ടു റിഗ്രറ്റ് മൈ ഡിസിഷൻ. ഐ മെയ്ഡ് ഹിം എന്ന് പറയുമ്പോൾ ഞാൻ കാരണം അവന് അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഐ വാസ് മെയ്ഡ് ടു എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഐ വാസ് മെയ്ഡ് ടു റിഗ്രറ്റ് മൈ ഡിസിഷൻ. അവൾ എന്നിൽ പരിഭ്രമം ഉണ്ടാക്കുന്നു. ക്രൈ എന്ന് പറയുമ്പോൾ അതൊരു ആക്ഷൻ ആണ്. ആക്ഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മളോട് ഉപയോഗിച്ചത് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. ഇനി ആക്ഷൻ അല്ലാതെ നമുക്ക് സ്റ്റേറ്റ്സിനെ കുറിച്ചും പറയാം. പരിഭ്രമം എന്ന് പറയുമ്പോഴെന്താ? നെർവസ്നെസ്. അതൊരു സ്റ്റേറ്റ് ആണ്, ആക്ഷൻ അല്ല. ഇങ്ങനെ മേക്ക് പ്ലസ് ഒബ്ജക്റ്റിന് ശേഷം നമുക്ക് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് തന്നെ ഉപയോഗിക്കണമെന്നില്ല, നമുക്ക് അഡ്ജക്റ്റീവ്സും ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു സ്ഥിതിയെക്കുറിച്ച്, ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. അവൾ എന്നിൽ പരിഭ്രമം ഉണ്ടാക്കുന്നു, അവൾ എന്നെ നെർവസ് ആക്കുന്നു, അതാണ് നമുക്ക് പറയേണ്ടത്. ഷീ മേക്സ് മീ നെർവസ്. ഷീ മേക്സ് മീ നെർവസ്. ഇവിടെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത്, കാരണം ഉണ്ടാക്കുന്നു എന്നല്ലേ പറയേണ്ടത്. അതുകൊണ്ടാണ് നമ്മളിവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചത്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയത് കാരണമാണ് മേക്കുന്ന വെർബിന്റെ കൂടെ നമ്മളൊരു എസ് കൂടി അവിടെ ആഡ് ചെയ്യുന്നത്. കാരണം സബ്ജക്റ്റ് ഇവിടെ സിംഗുലർ പ്രൊനൗൺ ആയ ഷീ ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആവുന്ന സമയത്ത്, ഒരു സിംഗുലർ നൗണോ പ്രൊനൗണോ വരുന്ന സമയത്ത് നമ്മൾ വെർബിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യും. ഇത് ഈ ടെൻസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഷീ മേക്സ് മീ നെർവസ്. ഇവിടെ നമ്മൾ ഏത് സ്ട്രക്ചറാണ് ഉപയോഗിച്ചത്? മേക്ക് പ്ലസ് ഒബ്ജക്ട് പ്ലസ് അഡ്ജക്റ്റീവ് ആണ് നമ്മളോട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നമ്മളുടെ സ്റ്റേറ്റ്സിനെ കുറിച്ച്, മാനസികമായ അവസ്ഥകളെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സിറ്റുവേഷനെ കുറിച്ചോ പറയുന്നതിന് വേണ്ടിയാണ് ഈ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. ആക്ഷനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക മേക്ക് പ്ലസ് ഒബ്ജക്ട് പ്ലസ് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. ഷീ മേഡ് മീ ക്രൈ. ഷീ മേക്സ് മീ നെർവസ്. നമ്മളെ സന്തുഷ്ടയാണാക്കുന്നതെങ്കിലും അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഷീ മേക്സ് മീ ഹാപ്പി. വാർത്ത ഞങ്ങളെ പരിഭ്രാന്തരാക്കി. നമ്മൾ എന്തോ കേട്ടു, നമുക്ക് അത് പേടിയുണ്ടാക്കി നമ്മളിലത്. വാർത്ത, അതാണ് സബ്ജക്റ്റ്. ദ ന്യൂസ്. ബാക്കി എന്താ നമ്മൾ പറയേണ്ടത്? ഞങ്ങളെ പരിഭ്രാന്തരാക്കി. മേഡ് അസ് ആങ്ഷ്യസ്. ദ ന്യൂസ് മേഡ് അസ് ആങ്ഷ്യസ്. വാർത്ത ഞങ്ങളെ പരിഭ്രാന്തരാക്കി. ദ ന്യൂസ് മേഡ് അസ് ആങ്ഷ്യസ്. ഇവിടെയും നമ്മൾ മേക്കിന് ശേഷം ഒബ്ജക്റ്റ് പ്ലസ് അഡ്ജക്റ്റീവ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതും ഒരു സിറ്റുവേഷനെ കുറിച്ച്, ഒരു സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഈ സ്ട്രക്ചറും ഉപയോഗിക്കുന്നത്. ദ ന്യൂസ് മേഡ് അസ് ആങ്ഷ്യസ്. അവർ എന്നെ കൊണ്ട് മുഴുവൻ കഥയും വീണ്ടും പറയിപ്പിച്ചു. മുഴുവൻ കഥ, ദ ഹോൾ സ്റ്റോറി. അവർ, ദേ, വീണ്ടും പറയിപ്പിച്ചു. റിപ്പീറ്റ്. ഐ റിപ്പീറ്റഡ് ദ ഹോൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഞാൻ ആ കഥ വീണ്ടും പറഞ്ഞു എന്നാണ്.
അവർ എന്നെ കൊണ്ട് പറയിപ്പിച്ചു, അതാണ് നമുക്ക് പറയേണ്ടത്. They made me repeat the whole story. They made me repeat the whole story. കഥ വീണ്ടും പറയുക എന്നത് ഒരു ആക്ഷൻ അല്ലേ, അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ് മേക്ക് പ്ലസ് ഒബ്ജക്റ്റിന് ശേഷം ഉപയോഗിക്കുന്നത്. They made me repeat the whole story. They made me to repeat അല്ല, they made me repeat. Repeating എന്നും പറയരുത്, repeated എന്നും പറയരുത്. ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് തന്നെ വേണം മേക്ക് പ്ലസ് ഒബ്ജക്റ്റിന് ശേഷം ഉപയോഗിക്കാൻ. They made me repeat the whole story. നമുക്കിതിനെ ഫോഴ്സ് ഉപയോഗിച്ചും പറയാം. They forced me to repeat the whole story. They forced me to repeat the whole story. ഫോഴ്സിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ടു ഉള്ള ഇൻഫിനിറ്റീവ് ആണ്, അത് ശ്രദ്ധിക്കണം. ദേ ഫോഴ്സ് മീ റിപ്പീറ്റ് എന്നല്ല പറയുന്നത്, ദേ ഫോഴ്സ് മീ ടു റിപ്പീറ്റ് എന്നാണ് പറയുന്നത്. മേക്കിന് ശേഷം ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ഉപയോഗിക്കണം. ഇംഗ്ലീഷിലെ ഓരോ വാക്കിന് ശേഷവും നമുക്ക് ഉപയോഗിക്കാവുന്ന സ്ട്രക്ചേഴ്സിന് ചില നിയമങ്ങളുണ്ട്. ചില വാക്കുകൾക്ക് ശേഷം നമ്മൾ ടു ഉള്ള ഇൻഫിനിറ്റീവ് ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക, ചിലതിന് ശേഷം ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക. വേറെ ചില വാക്കുകൾക്ക് ശേഷം നമ്മൾ ING ഫോം ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക. മേക്കിന് ശേഷം നമുക്ക് ING ഫോം ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇതിൻ്റെ ആക്റ്റീവ് വോയിസിൽ എല്ലായ്പ്പോഴും മേക്കിന് ശേഷം മേക്ക് പ്ലസ് ഒബ്ജക്റ്റിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. പാസീവ് വോയിസിൽ പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ടു ഉള്ള ഇൻഫിനിറ്റീവ് ആണ്. ഇത് തന്നെ നമ്മൾ പാസീവ് വോയിസിൽ പറയുമ്പോഴോ ആ സെന്റൻസ് നമ്മൾ ഏത് വാക്ക് ഉപയോഗിച്ചാൽ തുടങ്ങുക? They made me repeat the whole story. ആക്റ്റീവ് വോയിസിലെ സെന്റൻസിന്റെ ഒബ്ജക്റ്റ് ആണ് പാസീവ് വോയിസിലെ സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് വരാം. ആക്റ്റീവ് വോയിസിലെ സെന്റൻസിന്റെ ഒബ്ജക്റ്റ് എന്താണ്? മീ ആണ് അവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പൊ നമ്മൾ അതിനെയാണ് പാസീവ് വോയിസിലെ സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. മീ നമുക്ക് സബ്ജക്റ്റായി ഉപയോഗിക്കാൻ സാധിക്കില്ല, അത് കാരണം നമ്മൾ അതിന് പകരം ഐ ഉപയോഗിക്കും. ഐ വാസ് മെയ്ഡ് ടു റിപ്പീറ്റ് ദ ഹോൾ സ്റ്റോറി. ഇവിടെ നമ്മൾ ടു ഉള്ള ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിച്ചത്. ഐ വാസ് മെയ്ഡ് ടു റിപ്പീറ്റ് ദ ഹോൾ സ്റ്റോറി. മെയ്ഡിന്റെ പാസീവ് ഫോം ആണ് വാസ് മെയ്ഡ്. സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയും ഐയുടെ കൂടെയാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വാസ് ഉപയോഗിക്കുന്നത്. പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുക വേർ ആണ്. ഐ വാസ് മെയ്ഡ് ടു റിപ്പീറ്റ് ദ ഹോൾ സ്റ്റോറി. ഞാൻ ആ മുഴുവൻ കഥയും വീണ്ടും പറയാൻ നിർബന്ധിതനായി അല്ലെങ്കിൽ നിർബന്ധിതയായി, അങ്ങനെ പറയേണ്ടി വന്നു. ഐ വാസ് മെയ്ഡ് ടു റിപ്പീറ്റ് ദ ഹോൾ സ്റ്റോറി. എനിക്ക് ഇംഗ്ലീഷ് നല്ലതുപോലെ സംസാരിക്കാനാവില്ല. ഐ കനോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് വെൽ അല്ലെങ്കിൽ ഐ കനോട്ട് സ്പീക്ക് ഗുഡ് ഇംഗ്ലീഷ്. രണ്ടും പറയാം നമുക്ക്. ഗുഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നതിൽ ഗുഡ് അഡ്ജക്റ്റീവ് ആണ്, അത് ഇംഗ്ലീഷ് എന്ന നൗണിന് മുന്നിൽ ഉപയോഗിച്ചു. ഐ കനോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് വെൽ എന്ന് പറയുമ്പോൾ അതിൽ വെൽ അത് അഡ്വർബ് ആണ്, അത് ആ സെന്റൻസിന്റെ അവസാനമാണ് വരുന്നത്. ഐ കനോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് വെൽ. പക്ഷേ മറ്റുള്ളവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കിക്കാൻ എനിക്ക് കഴിയും, അതാണ് പറയേണ്ടത്. നമുക്ക് ഒരുപാട് ഫ്ലുവൻ്റായി ഇംഗ്ലീഷ് സംസാരിക്കാൻ എനിക്ക് അറിയില്ലെങ്കിൽ പോലും എനിക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവും. മലയാളത്തിൽ എഴുതിയത് ഒരു പക്ഷേ അത്ര ക്ലിയർ ആയിട്ടുണ്ടായിരിക്കില്ല. ഉദ്ദേശിച്ചത് അതാണ്, ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ എനിക്ക് വേണ്ട കാര്യങ്ങൾ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ എനിക്ക് സാധിക്കും, അതാണ് പറയേണ്ടത്. ഐ കനോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് വെൽ ബട്ട് ഐ ക്യാൻ മേക്ക് മൈ സെൽഫ് അണ്ടർസ്റ്റുഡ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് വേറെ തന്നെ ഒരു സ്ട്രക്ചറാണ്. ഇവിടെ നമ്മൾ മേക്കിന് ശേഷം ഉപയോഗിച്ചത് ഒരു സാധാരണ ഒബ്ജക്റ്റ് അല്ല, അതിന് പകരം നമ്മൾ ഉപയോഗിച്ചത് ഒരു റിഫ്ലെക്സീവ് പ്രൊനൗൺ ആണ്. മൈ സെൽഫ്, യുവർ സെൽഫ്, ഹിംസെൽഫ്, ഹെർ സെൽഫ്, ദം സെൽസ്, അവർ സെൽസ്, ഇതെല്ലാം റിഫ്ലെക്സീവ് പ്രൊനൗൺസ് ആണ്. ഇത് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് അറിയോ? ചില സെന്റൻസസിൽ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒരേ ആൾ തന്നെയായിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ആ ഒബ്ജക്റ്റിന് പകരമായി റിഫ്ലെക്സീവ് പ്രൊനൗൺ ഉപയോഗിക്കുക. ഐ കട്ട് മൈ സെൽഫ് എന്ന് പറയുമ്പോഴെന്താ? ഞാൻ എനിക്ക് തന്നെ മുറിവേൽപ്പിച്ചു, അതാണ് ആ സെന്റൻസിന് അർത്ഥം. ഐ കട്ട് മൈ സെൽഫ്. ഐ കട്ട് മീ എന്ന് പറയരുത്, കാരണം ഇവിടുത്തെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഈ സെന്റൻസിൽ ഒരാൾ തന്നെയാണ്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഒബ്ജക്റ്റിന് പകരം നമ്മൾ ഉപയോഗിക്കുക ഒരു റിഫ്ലെക്സീവ് പ്രൊനൗൺ ആണ്. ഐ കട്ട് മൈ സെൽഫ്, ഞാൻ എന്നെ മുറിവേൽപ്പിച്ചു. ഇങ്ങനെ മേക്കിന് ശേഷം ഒരു റിഫ്ലെക്സീവ് പ്രൊനൗൺ വരുമ്പോൾ പിന്നെ അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് V3 ആണ്, ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് അല്ല. മേക്കിന് ശേഷം ഒരു സാധാരണ ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് ഒരു സാധാരണ പ്രൊനൗണോ നൗണോ വരുമ്പോൾ പിന്നെ അതിനുശേഷം നമ്മൾ ഉപയോഗിച്ചത് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആയിരുന്നു. ദേ മെയ്ഡ് മീ വെയിറ്റ്, അങ്ങനെയാണ് നമ്മൾ അവിടെ പറഞ്ഞത്. പക്ഷേ മേക്കിന് ശേഷം ഒരു റിഫ്ലെക്സീവ് പ്രൊനൗൺ വന്നു കഴിയുമ്പോൾ പിന്നെ അതിനുശേഷം ഉപയോഗിക്കുന്നത് V3 ആണ്. ഇത് പൊതുവെ അണ്ടർസ്റ്റുഡ്, ഹേർഡ് ഇതുപോലുള്ള വേർബ്സിന്റെ കൂടെയാണ് നമ്മൾ ഈ സ്ട്രക്ചർ നോർമലി യൂസ് ചെയ്യാറ്. ഐ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ് വെൽ ബട്ട് ഐ ക്യാൻ മേക്ക് മൈസെൽഫ് അണ്ടർസ്റ്റുഡ്. ഐ ക്യാൻ മേക്ക് മൈസെൽഫ് അണ്ടർസ്റ്റാൻഡ് അല്ല, അണ്ടർസ്റ്റുഡ് ആണ്. അണ്ടർസ്റ്റാൻഡ് എന്ന വെർബിന്റെ V3 ആണ് അണ്ടർസ്റ്റുഡ്. റിഫ്ലെക്സീവ് പ്രൊനൗൺ ഉപയോഗിക്കുന്ന സ്ട്രക്ചറിലാണ് നമ്മളിങ്ങനെ V3 ഉപയോഗിക്കുന്നത് മേക്കിന് ശേഷം. ഞാൻ പറയുന്നത് കേൾക്കുന്നത്
കേൾക്കുന്നതിനായി എനിക്ക് ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വന്നു. ഞാൻ പറയുന്നത് അവർക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഷൗട്ട് ചെയ്യേണ്ടി വന്നു. എനിക്കത് ചെയ്യേണ്ടി വന്നു. ഷൗട്ട് ചെയ്യേണ്ടി വന്നു. ഐ ഹാഡ് ടു ഷൗട്ട്. ഒരു കാര്യം ചെയ്യണം എന്ന് പറയാൻ ഹാവ് ടു ആണ് ഉപയോഗിക്കുക. ചെയ്യേണ്ടി വന്നു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാഡ് ടു ആണ്. പാസ്റ്റ് ടെൻസിലാണത്. ഐ ഹാഡ് ടു ഷൗട്ട് to make myself heard. I had to shout to make myself heard. ഇവിടെയും നമ്മൾ മേക്കിന് ശേഷം ഒരു റിഫ്ലെക്സീവ് പ്രൊനൗൺ ഉപയോഗിച്ചു, മൈസെൽഫ് ഉപയോഗിച്ചു. പിന്നെ അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് അല്ല, അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് V3 ആണ്. ഐ ഹാഡ് ടു ഷൗട്ട് ടു മേക്ക് മൈസെൽഫ് ഹേർഡ്. ഞാൻ പറയുന്നത് അവർക്ക് കേൾക്കുന്നതിന് വേണ്ടി എനിക്ക് ഷൗട്ട് ചെയ്യേണ്ടി വന്നു. ഐ ഹാഡ് ടു ഷൗട്ട്. ഹാഡ് ടു ഉപയോഗിക്കുന്ന ഒരു കാര്യം ചെയ്യേണ്ടി വന്നു എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. മേക്കിന് ശേഷം റിഫ്ലെക്സീവ് പ്രൊനൗൺസ് വരുമ്പോൾ പിന്നെ അതിനുശേഷം ഉപയോഗിക്കുന്നത് V3 ആണ്. അത് ശ്രദ്ധിക്കണം. ഞാൻ നിനക്ക് ഒരു ചായ ഉണ്ടാക്കി തരാം. മേക്കിന് ശേഷം നമുക്ക് ഒരു ഒബ്ജക്റ്റ് മാത്രമല്ല 2 ഒബ്ജക്റ്റും ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക സ്ട്രക്ചറാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നോക്കൂ, ഞാൻ നിനക്ക് ഒരു ചായ ഉണ്ടാക്കി തരാം. ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്? ഐ വിൽ മേക്ക് യു എ ടീ. ഐ വിൽ മേക്ക് യു എ ടീ. ഇത് കേൾക്കുമ്പോൾ ഞാൻ നിന്നെ ഒരു ചായയാക്കാം എന്നൊരർത്ഥമല്ല അതിന്. ഞാൻ നിനക്ക് വേണ്ടി ഒരു ചായ ഉണ്ടാക്കി തരാം എന്നാണ്. പ്രിപ്പയർ എന്നാണ് ഈ വാക്കിനർത്ഥം. ഐ വിൽ മേക്ക് യു എ ടീ. ഞാൻ നിനക്ക് വേണ്ടി ഒരു ചായ ഉണ്ടാക്കി തരാം. ഇവിടെ മേക്ക് എന്ന വെർബിന് 2 ഒബ്ജക്റ്റ് ഉണ്ട്. ഐ വിൽ മേക്ക് ടീ എന്ന് പറയുമ്പോൾ ഞാൻ ചായ ഉണ്ടാക്കും. ഇവിടെ മേക്ക് എന്ന വെർബിന് 2 ഒബ്ജക്റ്റ് ഉണ്ട്. യു ഒരു ഒബ്ജക്റ്റ് ആണ്, ടീ മറ്റേ ഒബ്ജക്റ്റ് ആണ്. യു ആണ് ഇവിടുത്തെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, ടീ ആണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എപ്പോഴും ഒരു പേഴ്സൺ ആയിരിക്കും. ഇങ്ങനെ 2 ഒബ്ജക്ട്സ് വരുന്ന സമയത്ത് മേക്കിനർത്ഥം പ്രിപ്പയർ ചെയ്യുക, അതാണ് അതിനർത്ഥം. തയ്യാറാക്കുക, അതെല്ലാമാണ് ആ സെന്റൻസിനർത്ഥം. ഐ വിൽ മേക്ക് യു എ ടീ. ഞാൻ നിനക്ക് ഒരു ചായ ഉണ്ടാക്കി തരാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഈ ഒബ്ജക്ട്സിന്റെ ഡയറക്റ്റ് ഒബ്ജക്റ്റിന്റെയും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിന്റെയും പൊസിഷൻ മാറ്റാം. ഈ സെന്റൻസിൽ നമ്മൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് ആദ്യം ഉപയോഗിച്ചിട്ടുള്ളത്. അതെപ്പോഴും ഒരു വ്യക്തിയായിരിക്കും. അതിനുശേഷമാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ ആദ്യം ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ ഫോർ എന്നൊരു പ്രിപ്പോസിഷൻ കൂടി ഉപയോഗിക്കും. ഐ വിൽ മേക്ക് എ ടീ ഫോർ യു. നിനക്ക് വേണ്ടി ഞാനൊരു ചായ ഉണ്ടാക്കി തരാം. ഐ വിൽ മേക്ക് യു എ ടീ എന്ന് പറഞ്ഞാലും ഐ വിൽ മേക്ക് എ ടീ ഫോർ യു എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. ഐ വിൽ മേക്ക് എ ടീ ഫോർ യു. ഞാൻ നിനക്ക് ഒരു ചായ ഉണ്ടാക്കി തരാം. ഇങ്ങനെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഡയറക്റ്റ് ഒബ്ജക്റ്റിന് ശേഷം വരുമ്പോഴാണ് നമ്മളിവിടെ ഫോർ അല്ലെങ്കിൽ ടു പോലുള്ള പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കുന്നത്. ആദ്യം വരുന്നത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണെങ്കിൽ പിന്നെ അവിടെ ഈ പ്രിപ്പോസിഷൻ ഉപയോഗിക്കരുത്. ഐ വിൽ മേക്ക് യു എ ടീ. ഐ വിൽ മേക്ക് യു ഫോർ എ ടീ അല്ല, ഐ വിൽ മേക്ക് യു എ ടീ. എനിക്കൊരു ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കി തരാൻ നിനക്ക് കഴിയുമോ? നിനക്ക് കഴിയുമോ? ക്യാൻ യു. ഉണ്ടാക്കി തരാൻ മേക്ക്. എനിക്ക് മീ എ ബർത്ത്ഡേ കേക്ക്. ക്യാൻ യു മേക്ക് മീ എ ബർത്ത്ഡേ കേക്ക്? ക്യാൻ യു മേക്ക് മീ എ ബർത്ത്ഡേ കേക്ക്? ഇവിടെയും 2 ഒബ്ജക്റ്റ് ഉണ്ട്. ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് ബർത്ത്ഡേ കേക്ക് എന്നത്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് മീ എന്നത്. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് ആദ്യം വന്നത്, അതിനുശേഷമാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് വന്നത്. ക്യാൻ യു മേക്ക് മീ എ ബർത്ത്ഡേ കേക്ക്? ഈ ഒരു സെന്റൻസ് പാറ്റേണിൽ മേക്കിനർത്ഥം പ്രിപ്പയർ എന്നാണ്. അതെപ്പോഴും ഓർക്കണം. ഇത് തന്നെ നമുക്ക് ഫോർ ഉപയോഗിച്ചും പറയാം. അതായത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിനെ ഡയറക്റ്റ് ഒബ്ജക്റ്റിന് ശേഷം ഉപയോഗിച്ചും നമുക്കിത് പറയാം. ക്യാൻ യു മേക്ക് എ ബർത്ത്ഡേ കേക്ക് ഫോർ മീ? ക്യാൻ യു മേക്ക് എ ബർത്ത്ഡേ കേക്ക് ഫോർ മീ? ഇപ്പം നമ്മൾ ഏത് സ്ട്രക്ചറാണ് ഉപയോഗിച്ചത്? ഇപ്പം നമ്മൾ ഉപയോഗിച്ചത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആദ്യം, പിന്നെ അതിനുശേഷം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന സ്ട്രക്ചറാണ് ഉപയോഗിച്ചത്. അങ്ങനെ വരുമ്പോൾ അതിനിടയിൽ ഒരു പ്രിപ്പോസിഷൻ വേണം, ടു അല്ലെങ്കിൽ ഫോർ വേണം. എനിക്ക് വേണ്ടി എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഫോർ ആണ്. ക്യാൻ യു മേക്ക് എ ബർത്ത്ഡേ കേക്ക് ഫോർ മീ? എനിക്ക് വേണ്ടി ഒരു ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ? മേക്കിന് വേറെയും യൂസസ് ഉണ്ട്. അതിനുശേഷം നമ്മൾ പലപ്പോഴും പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കും. ഈ ബോട്ടിൽ പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്തുപയോഗിച്ചാണ് ഒരു വസ്തു നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് മെയ്ഡ് ഓഫ് എന്ന എക്സ്പ്രഷനാണ്. ദിസ് ബോട്ടിൽ ഈസ് മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക്. ദിസ് ബോട്ടിൽ ഈസ് മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് കൊണ്ടാണ് ഈ ബോട്ടിൽ നിർമ്മിച്ചിട്ടുള്ളത്. മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് കൊണ്ടാണ് എന്നർത്ഥം. ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻ ശ്രദ്ധിക്കാം. ദിസ് ബോട്ടിൽ ഈസ് മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക്. ഇനിയിപ്പോൾ ഒരു ടേബിള്, അത് തേക്ക് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറയണമെങ്കിലോ നമ്മളോട് ഉപയോഗിക്കുന്ന ഏത് വസ്തു ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് പറയേണ്ടത്. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ദിസ് ടേബിൾ ഈസ് മെയ്ഡ് ഓഫ് ടീക്ക് വുഡ്. ഇത് തേക്ക് ഉപയോഗിച്ചാണ് ഈ ടേബിൾ നിർമ്മിച്ചിട്ടുള്ളത്, ഉണ്ടാക്കിയിട്ടുള്ളത്. മെയ്ഡ് ഓഫ്. ചിലപ്പോൾ നമ്മൾ ഒരു വസ്തു ഉണ്ടാക്കുന്നതിന് വേണ്ടി മറ്റൊരു വസ്തുവിന്റെ രൂപം തന്നെ മുഴുവനായും മാറ്റും. ഒരു എക്സാമ്പിൾ പറയാം. മുന്തിരിയിൽ നിന്ന്, അതുപോലെ തന്നെ നെല്ലിക്കയിൽ നിന്നെല്ലാമാണ് വൈൻ ഉണ്ടാക്കുന്നത്. പക്ഷെ മുന്തിരിക്ക് അല്ലെങ്കിൽ നെല്ലിക്കയ്ക്ക് കാര്യമായ ട്രാൻസ്ഫർമേഷൻ വന്നതിന് ശേഷമാണ് അത് വൈനായി മാറുന്നത്. മുന്തിരിയിൽ നിന്നാണ് വൈൻ ഉണ്ടാക്കുന്നത് എന്നർത്ഥം. മുന്തിരി കൊണ്ടാണ് എന്നല്ല, മുന്തിരിയിൽ നിന്നാണ്. അങ്ങനെയല്ലേ നമ്മൾ മലയാളത്തിലും അത് അങ്ങനെയാണ് പറയാം.
മുന്തിരിയിൽ നിന്നാണ് വൈൻ ഉണ്ടാക്കുന്നത്. ഒരു വസ്തുവിന്റെ രൂപം പൂർണ്ണമായും മാറി അത് മറ്റൊരു വസ്തു ആവുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക മേക്ക് ഫ്രം ആണ്. വൈൻ കണ്ടു കഴിഞ്ഞാൽ അത് മുന്തിരിയിൽ നിന്നാണ് ഉണ്ടാക്കിയത് എന്ന് അറിയാത്ത ഒരാൾക്ക് അറിയില്ല. കാരണം വൈനും മുന്തിരിയും കാഴ്ചയിൽ ഒരുപാട് വ്യത്യസ്തമാണ്. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലാണ് മേക്ക് ഫ്രം ഉപയോഗിക്കുന്നത്. മുന്തിരിയിൽ നിന്നാണ് വൈൻ ഉണ്ടാക്കുന്നത്. വൈൻ ഈസ് മെയ്ഡ് ഫ്രം ഗ്രേപ്സ്. വൈൻ ഈസ് മെയ്ഡ് ഫ്രം ഗ്രേപ്സ്. പേപ്പർ ഉണ്ടാക്കുന്നത് മരത്തിൽ നിന്നാണ്. പേപ്പർ കണ്ടു കഴിഞ്ഞാൽ അത് മരത്തിൽ നിന്നാണ് വരുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് ഊഹിക്കാൻ സാധിക്കില്ല. മരത്തിന് ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടാണ് അത് പേപ്പറായി മാറുന്നത്. പേപ്പർ ഈസ് മെയ്ഡ് ഫ്രം വുഡ്. പേപ്പർ ഈസ് മെയ്ഡ് ഫ്രം വുഡ്. പേപ്പർ ഈസ് മെയ്ഡ് ഓഫ് വുഡ് എന്നല്ല നോർമലി പറയുക. പേപ്പർ ഈസ് മെയ്ഡ് ഫ്രം വുഡ് എന്നാണ്. മരത്തിൽ നിന്നാണ് പേപ്പർ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ വലിയ രീതിയിലുള്ള രൂപമാറ്റം വരുമ്പോഴാണ് നമ്മൾ മേക്ക് ഫ്രം എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ഒരുപാട് സാധനങ്ങൾ ചേർത്ത് എന്തെങ്കിലും ഉണ്ടാക്കുന്നു, അതിൽ ഒന്നിനെ കുറിച്ച് മാത്രമാണ് പറയേണ്ടതെന്ന് കരുതുക. ഇപ്പം ഭക്ഷണം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ച് മാത്രമാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക മേക്ക് വിത്ത് ആണ്. ഞാൻ സൂപ്പ് ഉണ്ടാക്കുന്നത് ധാരാളം വെള്ളുള്ളി ചേർത്താണ്. സൂപ്പിൽ തീർച്ചയായും വെള്ളുള്ളി മാത്രം പോരാ, മറ്റു സാധനങ്ങളും അതിനകത്ത് വേണം. പക്ഷെ വെള്ളുള്ളിയും അതിലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് നമ്മളപ്പോൾ ഇങ്ങനെയാ പറയാ, ഐ മേക്ക് സൂപ്പ് വിത്ത് എ ലോട്ട് ഓഫ് ഗാർലിക്. ഐ മേക്ക് സൂപ്പ് വിത്ത് എ ലോട്ട് ഓഫ് ഗാർലിക്. ഒരുപാട് വെള്ളുള്ളി, ധാരാളം വെള്ളുള്ളി, അതിനാണ് എ ലോട്ട് ഓഫ് ഗാർലിക് എന്ന് പറയുന്നത്. ഐ മേക്ക് സൂപ്പ് വിത്ത് എ ലോട്ട് ഓഫ് ഗാർലിക്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് മേക്കിന് ശേഷം ഉപയോഗിച്ച പ്രിപ്പോസിഷൻ വിത്ത് ആണ്. ഇംഗ്ലീഷിൽ ഏറ്റവും അധികം യൂസസ് ഉള്ള വേർബ്സിൽ ഒന്നാണ് മേക്ക്. അതുപോലെ തന്നെ ഡു. ഇതെല്ലാം വളരെ കോമൺ ആയി നമ്മൾ ഉപയോഗിക്കുന്ന വേർബ്സ് ആണ്. മേക്ക് പല സ്ട്രക്ചേഴ്സിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ സ്ട്രക്ചേഴ്സ് എല്ലാം ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ലെസൺ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ. താങ്ക് യു ഫോർ വാച്ചിങ്.